വയലാർ പുന്നപ്ര വടക്ക് വേലിക്കകത്ത് ശങ്കരന്റെയും അക്കാമ്മയുടെയും 4 മക്കളിൽ ഇളയവൻ. 4-ാം വയസ്സിൽ അമ്മയെ നഷ്ടമായി. അമ്മ ഒരു ഓർമ്മ മാത്രമായിരുന്നു അച്യുതന്. വസൂരി ബാധിച്ചായിരുന്നു അമ്മയുടെ മരണം. വീടിന് പിന്നാമ്പുറത്ത് ഓലമേഞ്ഞ പുരയുടെ ജാലകപ്പഴുതിൽ അച്യുതൻ അമ്മയെ കണ്ടു. 4 വയസ്സുകാരൻ അപ്പോൾ ഓപ്പയുടെ ഒക്കത്തിരിക്കുകയായിരുന്നു. വസൂരിയുടെ നീരാളിക്കൈകൾ അമ്മയെ മരണത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. അമ്മ കൈവീശി കാണിക്കും. കരച്ചിലിനിടയിൽ അച്യുതനും തിരിച്ചു കൈവീശും. അമ്മത്തണൽ വേണ്ട പ്രായത്തിൽ സഹോദരി അമ്മയായിരുന്നു അച്യുതാനന്ദന്റെ ഊർജം. 11-ാം വയസ്സിൽ അച്ഛനും നഷ്ടമായി. 7-ാം ക്ലാസ്സിൽ പഠിപ്പ് അവസാനിച്ചു. തയ്യൽ കടയിൽ സഹോദരനൊപ്പം കൂടി. പിന്നെ കയർത്തൊഴിലാളിയായി. അച്യുതാനന്ദന് ഒരു ഭൂതകാലമുണ്ട്. സ്കൂളിൽ തന്നെ തല്ലിയ മുതിർന്ന ക്ലാസ്സുകാരനെ തിരിച്ചു തല്ലി. കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം എന്ന ശീലക്കാരനായിരുന്നു അച്യുതാനന്ദൻ. രാഷ്ട്രീയക്കാർക്കില്ലാത്ത ഒരു അധിക യോഗ്യത അച്യുതാനന്ദനുണ്ടായിരുന്നു. ചെറുതെങ്കിലും ഒരു കൈത്തൊഴിൽ അറിയാമായിരുന്നു. ജീവിതമായിരുന്നു PS-ന്റെ സർവകലാശാല. ബാല്യകൗമാര യൗവന തീക്ഷ്ണതകളിൽ നിന്നാണ് അച്യുതാനന്ദൻ ഊർജം ആവാഹിച്ചത്. വിജയമാണോ പരാജയമാണോ PS-ലെ രാഷ്ട്രീയക്കാരനെ നിർവഹിച്ചതെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമുണ്ടാവില്ല. തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അച്യുതാനന്ദനിലെ പോരാളി വിജയിച്ചിട്ടുണ്ട്. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഇനിയൊരു അച്യുതാനന്ദൻ ഉണ്ടാവില്ല. ച്യുതിയില്ലാത്തവൻ അച്യുതാനന്ദൻ. പേരന്വർത്ഥമാക്കിയാണ് അച്യുതാനന്ദന്റെ മടക്കം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.